ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒന്നുകിൽ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിനോട് കലഹിക്കേണ്ടി വരുന്നു ജേക്കബ് തോമസിന്, അല്ലെങ്കിൽ അതിന് പുറത്തിറങ്ങി നിന്നുകൊണ്ട് വ്യക്തിപരമായ ലോകത്തിൽ നിന്നുകൊണ്ട് കലഹിക്കേണ്ടി വരുന്നു. രണ്ടു ഭാഗത്തും അദ്ദേഹത്തിന്റെ നിറം ഒന്നാണ്. നിറം മാറി മാറി വരുന്നത് ആരുടേതാണ് എന്ന് ഈ ചർച്ചയിലിരിക്കുന്ന ഓരോരുത്തരുടെയും പ്രതികരണത്തിൽ നിന്ന് കേൾക്കുന്നവർക്ക് ബോധ്യമാകുന്നുമുണ്ട്. ഞാനതല്ല പറഞ്ഞു, ഞാൻ അതിലേക്കാണ് വരുന്നത്. പൊതുസമൂഹ പ്രത്യേകിച്ചും അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വച്ചിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് മറ്റതിനെ പ്രോത്സാഹിപ്പിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം എന്നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഈ ഭരണകൂടങ്ങൾക്കെതിരായിട്ട് അധികാര കേന്ദ്രങ്ങൾക്കെതിരായിട്ട് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു ബെഡ്റൂമിനകത്ത് ഭാര്യ ഭർത്താവ് കഴുത്ത് ധരിച്ചു കൊല്ലുമ്പോൾ ജോലിക്കാരൻ എത്തി നോക്കുന്നത് വലിയ കുറ്റമായി കണ്ടുകൊണ്ട് എത്തി നോക്കിയ ആളിനെ ശിക്ഷിക്കും, അതേസമയം ഭർത്താവിനെ ശിക്ഷിക്കില്ല എന്നുള്ള ഒരു രീതി നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട്. അപ്പം അത് പാടില്ല. അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണം എന്ന് വിചാരിച്ച് അതിനൊരു ന്യായീകരണമാകില്ല എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ പ്രതികരിച്ചാൽ അവർക്കെതിരായി നടപടിയെടുക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പം ഒരു IPS ഉദ്യോഗസ്ഥൻ, ഭരണത്തിന്റെ ഉന്നത സ്ഥാനത്തിൽ ഇരിക്കുന്ന ആള് ഗവൺമെന്റിന്റെ ചെയ്തികളെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ മുൻ ഗവൺമെന്റിലെ ചെയ്തികളെ സർക്കാർ സർവീസിൽ നിന്ന് വിമർശിക്കുമ്പോൾ ചെറിയ അനൗചിത്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തന്നെ അദ്ദേഹം ഉയർത്തിയ ചർച്ച ചെയ്യണം. ശ്രീ സി ദിവാകരൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് ശ്രീ KC ജോസഫ് ഉറപ്പ് നൽകിയിരുന്നതാണ്. അദ്ദേഹത്തെ ശ്രമിക്കുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. ശ്രീ സി ദിവാകരൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇ ചന്ദ്രശേഖരൻ നായർ, അങ്ങയെ സംബന്ധിച്ച് ആദരണീയനായ അങ്ങയുടെ മുതിർന്ന നേതാവ്, അദ്ദേഹമാണ് ഈ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഇ ചന്ദ്രശേഖരൻ നായരെ പോലെ സംശുദ്ധമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തി ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ഉൾക്കൊള്ളാതെ എന്തായാലും അവതാരിക എഴുതില്ല. മുൻ മന്ത്രിയുമാണ് അദ്ദേഹം, നിയമസഭാ സാമാജികനായിരുന്നു. ശ്രീ KC ജോസഫിനെ പോലെ തന്നെ ഈ കാര്യങ്ങളുടെ ന്യായാന്യായങ്ങളൊക്കെ അറിയുന്നയാളാണ്. പക്ഷേ ഇത് പുറത്തേക്ക് വരട്ടെ എൻ്റെ പിന്തുണയോടെ, എൻ്റെ ഒരു കയ്യൊപ്പോടെ എന്നൊരു നിലപാട് ഇ ചന്ദ്രശേഖരൻ നായർക്കുണ്ടായിരുന്നല്ലോ. പിണറായി വിജയൻ ഇത്തരമൊരു ആത്മകഥയ്ക്ക് പ്രകാശനം നിർവഹിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യൊപ്പുമുണ്ടല്ലോ. ഇവർക്കൊക്കെ ഇതിൻ്റെ ചട്ടങ്ങളും നിയമവ്യവസ്ഥകളും എല്ലാം അറിയുന്നതാണല്ലോ. എല്ലാത്തിലുമുപരി പിണറായി ആണെങ്കിൽ അത് പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾ കൂടിയാണ്. എന്നിട്ടും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് സമൂഹത്തിൽ നിന്ന്, സമൂഹത്തിൻ്റെ നോട്ടത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ, അടർന്നു നിൽക്കാൻ ഇവരാരും ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. ജനങ്ങളോടുള്ള ബാധ്യതയാണ് അവർ നിർവഹിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾക്കും അതിനകത്ത് ഒരു നിയമപ്രശ്നം, ഒരു സർവീസ് ചട്ട ലംഘനത്തിൻ്റെ പ്രശ്നം എന്ന നിലയിൽ പരിമിതമായി അതിനെ കാണാൻ തോന്നിക്കുന്നത്? ജനങ്ങളിൽ നിന്ന് മാറി താങ്കൾ ഒരു വ്യക്തി എന്ന നിലയിൽ ചുരുങ്ങുന്നത് കൊണ്ടല്ലേ? ഇ ചന്ദ്രശേഖരൻ നായർക്കില്ലാത്ത, പിണറായി വിജയനില്ലാത്ത എന്തുതരം ചുരുങ്ങലാണ് ശ്രീ സി ദിവാകരൻ താങ്കളെ ബാധിച്ചത്? വേണു എന്തൊക്കെയാണ് ചോദിക്കുന്നത്? വേണു ഒരുപാട് നല്ല വാക്സാമർദ്ദമുണ്ട്. ഈ പുസ്തകം വരണമെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു ഇതുമില്ല. ഞാനതിനെ എതിർത്തിട്ടില്ല. ഞാൻ ആ ചടങ്ങ് വേണ്ടാന്ന് വെച്ചിട്ടില്ല. ഞാൻ ആ പുസ്തകം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ വേണുവിനോട് പറയാം. ഇത് ചെയ്ത് ശരിയായില്ല എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജേക്കബ് തോമസ് എന്നോടുള്ള എന്തോ സ്നേഹം കൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ എൻ്റെ MLA ഹോസ്റ്റലിലെ റൂമിൽ അതിനെ ഒരു പ്രസക്ത ഭാഗം ഫോട്ടോ കാപ്പി എടുത്ത് എൻ്റെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഞാനത് വായിച്ചു. അത് പൂർണ്ണമായിട്ടില്ല, അതിനകത്ത് ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുന്നതിലോ എനിക്ക് ഭയമൊന്നുമില്ല. ഞാൻ ആരെയും തടഞ്ഞിട്ടുമില്ല. ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു IPS കാരൻ എഴുതുന്നതിനകത്ത് പൊടിഞ്ഞു വീണതല്ല എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം, എൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും. അതൊന്നും എനിക്ക് ഭയമേ അല്ല. അത് ചന്ദ്രശേഖരൻ നായരായാലും കൊള്ളാം, പിണറായി വിജയനായാലും കൊള്ളാം, അവരുടെ അഭിപ്രായങ്ങൾ കാണുമല്ലോ. ഇത് ജനാധിപത്യ സമ്പ്രദായങ്ങളല്ലേ. ജനാധിപത്യത്തിൽ ഒരു പുസ്തകത്തിന് മുഖവര എഴുതുന്നത് തെറ്റല്ല. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചെന്ന് ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുന്നത് തെറ്റല്ല. ആ പുസ്തകത്തിന് ആ ക്ഷണം സ്വീകരിച്ച്
അത് ഇന്ന് പ്രസിദ്ധീകരിക്കണമായിരുന്നു. എന്തിനാണ് ഇത്? എങ്കിൽ പിന്നെ വേണുവിന് ഇപ്പോൾ എങ്ങനെ ഒരു ചാനൽ ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടാവില്ല. ശ്രീ സി ദിവാകരൻ, ഞാൻ പ്രകോപന സ്വഭാവത്തിൽ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ കാര്യത്തിൽ താങ്കൾക്ക് എന്തെങ്കിലും ഒളിക്കാനുണ്ട് എന്ന് ഒരു തരത്തിലും സംശയിക്കുന്നത് കൊണ്ടല്ല. ഈ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് താങ്കൾ അതിനനുസരിച്ച് പ്രതികരിക്കും എന്ന പ്രതീക്ഷയിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ചോദ്യം, ഇന്ന് ജേക്കബ് തോമസ് കാട്ടിയ ഒരു ഔചിത്യമുണ്ടല്ലോ. താങ്കൾ ഇന്നലെ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചു, ഇന്ന് അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അയച്ചു തന്നു. ഈ ചന്ദ്രശേഖരൻ നായർ എന്തുകൊണ്ട് ചെയ്തില്ല? ആശയവിനിമയം നിങ്ങൾക്കൊക്കെ തമ്മിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആലോചന പോയിരുന്നോ ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾക്ക്? ഇല്ല, ഞാൻ ആരുമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ചിട്ടൊന്നുമില്ല. ഞാൻ വളരെ സർപ്രൈസായിട്ടാണ് ഈ ന്യൂസെല്ലാം കേൾക്കുന്നത്, ഈ വാർത്ത കേൾക്കുന്നത്. അത് ഒരു ചാനലാണ് ഇത് പുറത്തു കൊണ്ടുവരുന്നത്. ശ്രീ സി ദിവാകരൻ, ഞാൻ അറിയുന്നത് ഒരു ഘട്ടത്തിൽ ഇപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ ചന്ദ്രശേഖരൻ നായർക്ക് എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു, ഇങ്ങനെയൊരു പുസ്തകം അതിൻ്റെ അവതാരിക എഴുതുമ്പോൾ എന്നെപ്പറ്റി പരാമർശങ്ങൾ ഉള്ളപ്പോൾ അത് സംശയത്തിന് ഇട നൽകുന്ന തരത്തിലുള്ള പരാമർശമായിരിക്കുമ്പോൾ എന്നോടൊന്ന് ചോദിക്കാമായിരുന്നു എന്ന ഒരു ചിന്ത താങ്കളിലേക്ക് കടന്നു വന്നിട്ടേയില്ല? ഇല്ല, അദ്ദേഹം നല്ല ബുദ്ധിയുള്ള ഒരാളാണ്. അദ്ദേഹം വായിച്ചോ മനസ്സിലായി അതിനകത്ത് എന്നെക്കുറിച്ച് യാതൊരു കാര്യവും ഡാമേജിങ് ആയിട്ട് മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഈ സംഭാഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. തള്ളുമല്ലോ, തള്ളിക്കളഞ്ഞല്ലോ. ഞാനും ഇപ്പോൾ വേണുമായിട്ടൊരു സ്വകാര്യ സംഭാഷണം എന്തെങ്കിലും പറഞ്ഞാൽ നാളെ അത് രേഖയായിട്ട് ബുക്കായിട്ട് പബ്ലിഷ് ചെയ്താൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ചോദ്യം അതല്ല. ഈ ചന്ദ്രശേഖരൻ നായർക്ക് താങ്കളെ അറിയാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ജേക്കബ് തോമസിനെ ഞാൻ വിളിച്ചു, ഞാൻ മന്ത്രി ആയിരുന്നപ്പോൾ പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. എന്നിട്ട് ജേക്കബ് തോമസിനെ ഞാൻ ഒരു 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എൻ്റെ ഓഫീസ് ചേംബറിലേക്ക് വന്നു. അപ്പോൾ ഞാൻ ജേക്കബ് തോമസിനോട് പറഞ്ഞു, നമുക്കൊരു ചേഞ്ച് വേണ്ടേ, നമുക്കൊരു ചേഞ്ച് വേണം, ഒരു മാറ്റം വേണ്ടി വരും. ജേക്കബ് തോമസ് അതിന് മാനസികമായിട്ട് തയ്യാറാവണം. അതുമാത്രമാണ് അദ്ദേഹത്തിനോട് എനിക്കിങ്ങനെ പുറത്തുനിന്നൊരു സമ്മർദ്ദമുണ്ടെന്നും ഉന്നതനായ ഒരു ആൾ പറഞ്ഞെന്നും അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിനോട് അദ്ദേഹം എൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹമായിട്ടും ഏറ്റവും വിശ്വാസത്തിലെടുത്ത ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പരാതി, അദ്ദേഹത്തിനെ കൊണ്ട് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് എഴുതി വാങ്ങിച്ചിട്ട് അദ്ദേഹത്തെ പറഞ്ഞയച്ച് കളഞ്ഞു എന്നുള്ളതാണ്. ആ പ്രോജക്റ്റ് റിപ്പോർട്ട് ഞാൻ നടപ്പിലാക്കുകയും ചെയ്തു. മാറ്റിയത് സ്വാഭാവികമായ ഭരണപരമായ കാര്യങ്ങളാണ്. അതിന് ഒരു ജയശങ്കർ, നമുക്ക് ഒരാളെ കണ്ണിൽ കരടാണ് എങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? ഇപ്പൊ ഏറ്റവും കണ്ണിലെ കരടായിരുന്നു ജേക്കബ് തോമസ് ഉമ്മൻചാണ്ടിക്ക്. പക്ഷെ ഉമ്മൻചാണ്ടി ചെയ്തത് എന്താണ്? അദ്ദേഹത്തിന് DGP എന്ന നിലയിൽ പ്രൊമോഷൻ കൊടുത്ത് മാറ്റുകയാണ് ചെയ്തത് അവിടെ നിന്ന്. അത്ര മഹത്തായ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ശ്രീ സി ദിവാകരൻ വേറൊരു രൂപത്തിൽ ചെയ്തത്. അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ അനുവദിച്ചില്ല. അദ്ദേഹത്തിൻ്റെ CR റിപ്പോർട്ട് ജേക്കബ് തോമസിനേക്കാൾ ചാതുര്യത്തോടെ എഴുതി കൊടുത്തു ശ്രീ സി ദിവാകരൻ. പക്ഷേ ആ കസേരയിൽ ഇരിക്കരുത്. ജേക്കബ് തോമസ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം കാക്കിയിട്ടായാലും അല്ലാതെ ആയാലും നിർവഹിക്കുമ്പോൾ ആർക്കൊക്കെയോ പൊള്ളും. അങ്ങനെ പൊള്ളുമ്പോൾ തിരിച്ച് അദ്ദേഹത്തിന് കിട്ടുന്നതാകട്ടെ ഉയർന്ന പദവികളാണ്. പക്ഷെ ഇരിക്കുന്നിടത്തല്ല എന്ന് മാത്രം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇത് യാദൃച്ഛികമാണോ? അല്ല, ഇത് ഞാൻ നേരത്തെ പലതവണ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് അദ്ദേഹത്തെ 20 കൊല്ലമായിട്ട് വളരെ അടുത്ത് പരിചയമുണ്ട്. എറണാകുളത്ത് കമ്മീഷണറായിരിക്കുന്ന കാലത്ത് അദ്ദേഹം വിഖ്യാതമായ രാമവർമ്മ ക്ലബ്ബ് റേഡിയോയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനചലനം ഉണ്ടായത്. അദ്ദേഹത്തെ വനിതാ കമ്മീഷനിലേക്കാണ് മാറ്റിയത്. പിന്നീട് കമ്പ്യൂട്ടർ സെല്ലിലേക്ക് മാറ്റി. അന്ന് അവിടെ കമ്പ്യൂട്ടറില്ല, സെല്ല് മാത്രമേ ഉള്ളൂ. പിന്നീട് പല സ്ഥാനങ്ങളിലും അദ്ദേഹം ഇരുന്നു. അടൂർ പ്രകാശാണ് അദ്ദേഹത്തെ സിവിൽ സപ്ലൈസിൽ കൊണ്ടുവന്നത്. അവിടെ സിവിൽ സപ്ലൈസിലെ വലിയ അഴിമതികൾക്കെതിരെ അദ്ദേഹം നടപടിയെടുക്കുകയും ഈ ടെൻഡറിങ് സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. അന്ന് KT ജോസഫ് എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു ഈ കരാറുകാരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. അദ്ദേഹവുമായിട്ട് വലിയ ഏറ്റുമുട്ടലിലേക്ക് പോയി. KT ജോസഫ് അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചു. പക്ഷേ അടൂർ പ്രകാശ് ജേക്കബ് തോമസിനൊപ്പം ഉറച്ചു നിന്നു. അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ടായി. പിന്നെ ഇടതുപക്ഷ സർക്കാർ വന്ന് 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തെ മാറ്റിയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജേക്കബ് തോമസിനെ മാറ്റിയത് ചലച്ചിത്ര വികസന കോർപ്പറേഷനിലേക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു IPS കാരൻ എന്ത് ചെയ്യാനാണ് ചലച്ചിത്ര വികസനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ മാറ്റി. പിന്നീട് രമേശ് ചെന്നിത്തല വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ശാപമോക്ഷം എന്ന രീതിയിൽ അഡീഷണൽ DGP ആയിട്ട്
വിജിലൻസിൽ കൊണ്ടുവന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പേര് നിരന്തരമായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മുടെ ഭരണ സംവിധാനത്തിൽ നടക്കുന്നതാണ്. ഇവിടെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ DGP ആക്കി എന്ന് പറഞ്ഞിട്ട് മാറ്റിയത് ഫയർ ആൻഡ് റെസ്ക്യൂവിലേക്കാണ്. ഫയർ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഈ ഫയർ NOC കൊടുക്കാതെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റി. 3 മാസമേ അവിടെ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും അദ്ദേഹത്തെ വേറെ ഏതോ ഒരു സഹകരണ സംഘത്തിലേക്കോ മാറ്റിയത്. പിന്നെ പിണറായി വിജയൻ വന്നപ്പോഴാണ് നമ്മുടെ വിജിലൻസ് ഡയറക്ടറായിട്ട് കൊണ്ടുവന്നത്. അവിടെയും ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഹൈക്കോടതിയുടെ പരാമർശങ്ങളുണ്ടായി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നും ലീവ് എടുപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ KC ജോസഫ് വിചാരിച്ചാൽ പുസ്തക പ്രകാശനം തടയാൻ കഴിയും, പക്ഷേ പുസ്തകം നിരോധിക്കാൻ കഴിയുമോ? KC ജോസഫിന് അതിനുള്ള പവറൊന്നുമില്ല. പുസ്തകം ആളുകൾ വായിക്കും. അപ്പോൾ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരുടെ ഒരു മറുചോദ്യമുണ്ട്. അല്ല, ബഹുമാനപ്പെട്ട ശ്രീ ജയശങ്കർ ഒരു തെറ്റിദ്ധാരണ തിരുത്തുകയാണ്. അതായത് ശ്രീ KC ജോസഫ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഈ പുസ്തക പ്രകാശനം തടയണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, ഈ പുസ്തക പ്രസിദ്ധീകരണം നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റ് അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ സർവീസിലിരിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുചിതമായ കൺസൾട്ടേഷൻ നിയമവകുപ്പ് സെക്രട്ടറിയുമായി നടത്തിയത് മുഖ്യമന്ത്രിയാണ്. അങ്ങനെ മുഖ്യമന്ത്രിയാണ് ആ ഇന്ന് പുസ്തക പ്രകാശനത്തിന് പോകണ്ട എന്ന് തീരുമാനിച്ച, അപ്പോഴും പുസ്തകം പ്രസിദ്ധീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ ശ്രീ പന്തളം, ഇപ്പോൾ ഞാൻ ചുരുക്കി പറയാം, 5 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് KC ജോസഫ്. ഒന്ന്, ഈ പറയുന്ന കേരളത്തിലെ സർവീസ് ചട്ടവും. ഒരു സെക്കൻഡ് സാർ, ഒരു സെക്കൻഡ്. കേരളത്തിലെ സർവീസ് റൂള്, കേന്ദ്രത്തിലെ സർവീസ് റൂള്, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ അനുമതി ഉണ്ടോ? അതുപോലെ തന്നെ ഔദ്യോഗിക രഹസ്യങ്ങളും വിവരങ്ങളും വ്യക്തിപരമായ താല്പര്യം മുൻനിർത്തി പുസ്തക രൂപേണ പ്രസിദ്ധീകരിക്കുന്നത് ഗവൺമെൻറ് അനുമതിയോടെയാണോ? പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആരെങ്കിലും പരിശോധനാ വിധേയമാക്കിയിട്ടുണ്ടോ? സർവീസിലിരിക്കെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ലഭ്യമാകുന്ന രേഖകൾ പരസ്യപ്പെടുത്തുക എന്നത് തെറ്റായ കീഴ്വഴക്കവും ചട്ടങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന കാര്യം ഗവൺമെൻറ് കണക്കിലെടുത്ത് നടപടികൾ സ്വീകരിക്കുമോ? അവിടെ തൊട്ടാണ് ഇതിൻ്റെ സ്വഭാവം മാറുന്നത്. ഇതിലൊരു രേഖയും ആ പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഔദ്യോഗിക രഹസ്യവും അതിലില്ല. വ്യക്തിപരമായി ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുമ്പോൾ മറ്റുള്ളവർ സ്വഭാവം എന്ന നിലയിൽ അതിൽ ഇടപെട്ടതിനെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഇന്നയാൾ ഇന്ന രൂപത്തിൽ ഇന്ന തരത്തിൽ ഇതിനെല്ലാം ദുരുപയോഗം ചെയ്തു എന്നല്ല പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലൂടെ ഇതെല്ലാം ശരിയാകും എന്ന ആളുകൾ തെറ്റിദ്ധരിക്കുമെന്ന ആശങ്ക. അതാണ് ഏറ്റവും അവസാനത്തെ കാര്യം. അത് സർവീസ് ചട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, നിങ്ങളുടെ മാത്രം ആശങ്കയാണ്. ഇനി ഇങ്ങനെ ചെയ്തവനെ വെറുതെ വിടരുത് എന്ന് പറഞ്ഞുകൊണ്ട് നടപടിക്കും കൂടെ നിങ്ങൾ ആവശ്യപ്പെടുന്നു. അത് രണ്ടും ശരിയായില്ല. അല്ല, അവിടെ ഒളിക്കാനുണ്ട് ശ്രീ പന്തളം. അവിടെ ഒന്നും ഒളിക്കാനില്ല. ഒരു പുസ്തകത്തിൽ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഒരാശങ്കയും ഒരു പാർട്ടിക്കും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന് അങ്ങനെ ഒരു ആശങ്ക ആവശ്യമില്ല. ഞാൻ പറയട്ടെ, പുസ്തകം പ്രസിദ്ധീകരിച്ചോട്ടെ. ഇപ്പം ശ്രീ വേണു സൂചിപ്പിച്ചതുപോലെ ഔദ്യോഗിക രഹസ്യങ്ങൾ ഒന്നും തന്നെ ഈ പുസ്തകത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചോട്ടെ, ഒരു തടസ്സവുമില്ല. അല്ല, പ്രസിദ്ധീകരിക്കപ്പെട്ടു, അതിപ്പോൾ വിപണിയിലുണ്ട്, അതിപ്പോൾ എനിക്കായാലും ശ്രീ പന്തളത്തിനായാലും വാങ്ങുകയും ചെയ്യാം. നിങ്ങളൊരു പ്രത്യേക ചടങ്ങ് മാത്രമാണ് റദ്ദാക്കാൻ ഈ രൂപത്തിൽ നടപടി ആവശ്യപ്പെട്ടത്. പക്ഷേ അതിനപ്പുറം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഇയാളെ വെറുതെ വിടരുത്, ഇയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് മാത്രമല്ല എന്ന് പറയുന്നില്ല, 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, നടപടി വേണം. മറ്റൊന്ന്, മുഖ്യമന്ത്രി പങ്കെടുത്താൽ ഇതിന് വിശ്വാസ്യത കിട്ടുമെന്ന്. അതെന്തൊരു ആശങ്കയാണ്? മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ പരിപാടിയും നിങ്ങൾക്കെതിരെ. ഇപ്പോൾ പട്ടയമേളയുടെ സമയത്ത് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങൾ, മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തൊരു പരിപാടി, അതിൽ നിങ്ങൾക്കെതിരായ പരാമർശങ്ങൾ കാരണം ഒറ്റയടിക്ക് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടോ? ജനം മുഴുവൻ അദ്ദേഹത്തിനൊപ്പമാണ്, അദ്ദേഹം പറയുന്നതാണ് ശരി നിങ്ങളെപ്പറ്റി. ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ കഴിയില്ലല്ലോ. അല്ല, അതും അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞ ആ പ്രസ്താവനയും അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യവും ഒരു പുസ്തകത്തിലൂടെ ഇന്ത്യൻ സിവിൽ സർവീസിലെ ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിനെ പറയുന്നു എന്നതാണല്ലോ പ്രശ്നം. അല്ലല്ല, അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യും, രാഷ്ട്രീയമായി നേരിടും. അത് ശ്രീ പിണറായി വിജയൻ പറഞ്ഞാലും ആര് പറഞ്ഞു, ഇവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയം ഞാൻ കാണുന്നുണ്ട്. അതായത് ഈ ബഹുമാനപ്പെട്ട കേരളം ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നിയമസഭാ സാമാജിക നേതാവുമായിരുന്നു ഈ ചന്ദ്രശേഖരൻ. ഏറ്റവും തലമുഹൂർത്ത കാരണവരാണ്. അദ്ദേഹത്തിനോടൊപ്പം ഒക്കെ അസംബ്ലി പ്രവർത്തിക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. അദ്ദേഹമാണ് ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ വായിക്കാതെ ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയില്ലല്ലോ. മാത്രമല്ല, ഈ യഥാർത്ഥത്തിൽ ഒളിയമ്പ് ശ്രീ പിണറായി വിജയനും ഈ പുസ്തകം വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി ഈ ഒളിയമ്പ് പ്രസിദ്ധീകരിക്കുന്നപ്പോൾ രാഷ്ട്രീയപരമായി UDF-ൽ LDF-ലെ പ്രധാന 2ാമത്തെ കക്ഷിയായ CPI-യിലേക്കാണ് ചെല്ലുന്നത്. അതിനുവേണ്ടിയാണ് നമ്മുടെ ശ്രീ C. ദിവാകരനിലേക്കൂടെ കടന്നു പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഈ ഉദ്യോഗസ്ഥൻ
30 വർഷത്തെ സർവീസിൽ 31 കസേര മാറിയിട്ടുണ്ട്. അദ്ദേഹം സർവീസിൽ വന്നതിന് ശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നവരാണ് കെ കരുണാകരൻ, ഇ കെ നയനാർ, എ കെ ആന്റണി, വി എസ് അച്യുതാനന്ദൻ, ഉമ്മൻചാണ്ടി. ഇവരാരും ഇദ്ദേഹത്തെ ടോളറേറ്റ് ചെയ്യുന്ന തരത്തിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ലല്ലോ. മാത്രമല്ല എറണാകുളം